നീ എന്താ 2 ദിവസം നിൽക്കാനാന്ന് പറഞ്ഞു വന്നിട്ട് ആഴ്ച ഇപ്പോൾ ഒന്നായല്ലോ. എന്താ തിരിച്ചു പോകുന്നില്ലേ? അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിട്ടാണ് ഓടി വന്നേ? ഓ, പ്രശ്നം മുഴുവൻ ഉണ്ടാക്കുന്നത് ഞാനാണല്ലോ. ബാക്കിയുള്ളവരൊക്കെ നല്ലത്. ഒന്ന് പതുക്കെ പറയടി. അച്ഛ അപ്പുറത്തുണ്ട്. കേൾക്കട്ടെ, അച്ഛനും കേൾക്കട്ടെ. അച്ഛനും കൂടി അറിയാനുള്ളതല്ലേ. എന്താ എന്താ ഇപ്പം പ്രശ്നം? ഒരു കാരണമല്ല, പല കാരണമുണ്ട്. എൻ്റെ സന്തോഷം നഷ്ടപ്പെടുത്തി എനിക്കവിടെ ജീവിക്കാൻ പറ്റില്ലമ്മേ. എന്താ നിൻ്റെ പ്രശ്നം? നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ? അല്ലെങ്കിൽ തന്നെ എല്ലാത്തിൻ്റെയും കണ്ണും മൂക്കും ഇങ്ങോട്ടാ. നമ്മൾ ജീവിക്കുന്നത് നാട്ടുകാരുടെ ചിലവിലല്ലല്ലോ. അല്ലെങ്കിൽ തന്നെ നല്ലത് പറയുന്ന ഏത് നാട്ടുകാരെ അമ്മയ്ക്കറിയാവുന്നേ? ആണുങ്ങളാവുമ്പോൾ കുറച്ച് പിടിവാശിയും ദേഷ്യവും ഒക്കെ കാണും മോളെ. നമ്മൾ പെണ്ണുങ്ങൾ അതൊക്കെ അങ്ങ് സഹിക്കണം. നിൻ്റെ അച്ഛൻ്റെ സ്വഭാവം അറിയാമല്ലോ നിനക്ക്. എന്തൊക്കെ സഹിച്ച ഒരു കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് അറിയോ നിനക്ക്? ആ, അമ്മ സഹിച്ചു എന്ന് പറഞ്ഞ് ഞാൻ സഹിക്കണോ? പറ്റില്ല. ആണുങ്ങളുടെ കാൽ ചുവട്ടിലാ മോളെ നമ്മളെ സ്വർഗം. അമ്മയുടെ സ്വർഗം അതായിരിക്കും, എൻ്റെ അങ്ങനല്ല. നാട്ടുകാരുടെ മുഖത്ത് ഇനി എങ്ങനെ നോക്കും ദൈവമേ ഞാൻ? അമ്മ നാട്ടുകാരുടെ മുഖത്ത് നോക്കുവോ നോക്കാണ്ടിരിക്കുവോ എന്താന്ന് വെച്ചാൽ ചെയ്തോ. എൻ്റെ ജീവിതം എങ്ങനെ വേണമെന്ന് എനിക്കറിയാം.